ഇന്ന് സാറ്റർഡേ ആയിരുന്നു. നല്ല സന്തോഷം കേട്ടോ. നല്ല ഉറക്കം കിട്ടിയ ദിവസമാണ്. കാരണം രണ്ടുപേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സെറക്കുട്ടിക്ക് സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ. നോ ബുക്സ് ഡേ എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റീസ് ഉണ്ട് അവൾക്ക്. പക്ഷേ ആ മഴക്കാലത്ത് അങ്ങനെ വിടത്തില്ല. കാരണം അവൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി ഹൈ റേഞ്ച് പിടിച്ചിട്ടേ ആളടങ്ങത്തുള്ളൂ. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളും പെട്ടുപോകത്തില്ലേ. അപ്പം ഞാനെന്തോ കരുതും മഴക്കാലം കഴിഞ്ഞിട്ടൊക്കെ അവൾ നോ ബുക്സ് ഡേ അങ്ങോട്ട് ആസ്വദിക്കട്ടെ. പിന്നെ നമുക്ക് അല്ലാത്ത ദിവസങ്ങളൊക്കെ എത്ര കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൈൻഡിൽ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ അലേർട്ടായിരിക്കും കേട്ടോ. അയ്യോ ഞാൻ ഉറങ്ങിപ്പോവോ, കാരണം ഉറങ്ങിപ്പോകുന്നല്ല, ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. ആദ്യ സമയങ്ങളൊക്കെ ഞാൻ നല്ലതായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുംഭകർണൻ്റെ ഉറക്കം എന്നൊക്കെ അപ്പോൾ അതുപോലത്തെ അങ്ങോട്ട് ഉറങ്ങിക്കളയും. അപ്പോൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് അതിനെ ഇടന്ന് ഉറങ്ങാം. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണുറന്ന് നോക്കും, അലാറം അടിച്ചില്ലെങ്കിൽ സമയം ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നല്ല സുഖമായിട്ട് ഇടന്നുറങ്ങി. അതാണ് ഇത്ര അധികം എനിക്ക് പണി ചെയ്യാനുള്ള ഒരു ആർമാദം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇതേ കുറേ കമ്പിയും അതേപോലെ തന്നെ കുറേ പ്ലാസ്റ്റിക് പൈപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സോളാറിൻ്റെ പണി കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. കുമ്മൻ്റെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഇതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അറിയാൻ കാശ് കിട്ടുമെന്ന്. അവർക്ക് വേണം സംഭവങ്ങളൊക്കെ. എന്നാലോ അവരുടെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഇത് കൊണ്ടുപോകണ കാര്യമല്ല, ഇത് ഇവിടുത്തെ നല്ല മിടുക്കന്മാർ വന്ന് കൊണ്ടുപോയിക്കോളും. 10-250 രൂപ നമുക്ക് തടയുകയും ചെയ്യും. അല്ലാണ്ട് ആ മറ്റേ പേപ്പറും പാട്ടയൊക്കെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം പറ്റത്തില്ല, ഞങ്ങളുടെ വണ്ടി വരുമ്പോൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വേണ്ട ചേച്ചി, നോക്കേണ്ട ചേച്ചി, ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്ത് കാശ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. നമുക്കും ഇല്ല ആറ്റിറ്റ്യൂഡൊക്കെ അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നമ്മുടെ പുറത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ MG റോഡിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറി വരുന്നുണ്ടെന്ന്. ആ വരട്ടെ, അതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ഗോൾഡൊക്കെ ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എത്ര ലക്ഷങ്ങൾ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ കല്യാണത്തിൻ്റെ സമയത്ത് ഗോൾഡ് ഞാൻ കൊടുക്കത്തില്ല. നോ ഗോൾഡ് സിസ്റ്റമേ ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ കല്യാണത്തിന് ഇട്ട ഗോൾഡ്, എൻ്റെ ദൈവമേ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഭർത്താവിനെ പിടിച്ചെന്നപ്പോൾ ഉണ്ടല്ലോ, അതെന്തോ എങ്ങനെയോ അപ്രത്യക്ഷമായി എന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ അവർക്ക് ആവശ്യങ്ങൾ കാണും. നമ്മുടെ ഗോൾഡ് കിട്ടിയിട്ട് വേണം പല ആവശ്യങ്ങളും നിറവേറ്റാൻ. അത്ര നാൾ അവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിട്ടുണ്ടാവും. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദി ഉണ്ടാവോ, അതുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേരെന്തായാലും അപ്പം ഞാൻ കൊടുക്കത്തില്ല. കല്യാണത്തിനൊക്കെ ശേഷം ഒരു 5 വർഷം കഴിഞ്ഞ് വീടൊക്കെ പണിയണ സമയം അങ്ങനെയൊക്കെ ആണ് സമയത്ത് നമ്മളൊരു എമൗണ്ട് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പറ്റിയ പദം എൻ്റെ പിള്ളേർക്ക് പറ്റരുത്, അത്ര തന്നെ. പിന്നെ അതേ മിഠായി കണ്ടോ, മിഠായി കവറാണ് ഏറ്റവും കൂടുതൽ മിഠായിനേക്കാളും. നമ്മുടെ സെറക്കുട്ടിയുടെ പണിയാണ് കേട്ടോ. മിഠായി എന്നിട്ട് മിഠായിയുടെ കവർ അതിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് വൃത്തിയാക്കി കേട്ടോ. ബൈ, സി യു.